പരം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ദൈവവചന ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പസമയം നമുക്കായിരിക്കാൻ കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 28-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം, സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി, ഇതൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 29 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 29-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയാണ്. അതിൻ്റെ അവസാനമായിട്ട് സമ്മറി എന്ന രീതിയിൽ ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിയരുടെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. യഹോവ ആ ദിവസം ഇസ്രായേലിയരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. പരിപൂർണമായ ഒരു രക്ഷ. എന്നേക്കുമായിട്ട് ശത്രുവായിരുന്ന ഫറവോനെയും തൻ്റെ സൈന്യത്തെയും മാറ്റിക്കളഞ്ഞു. രക്ഷയുടെ പൂർണ്ണത ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജഡശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ സാത്താന്യ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ രക്ഷ പരിപൂർണമല്ല. ഈ ജഡത്തിൽ നമുക്ക് തെറ്റുകൾ, കുറ്റങ്ങൾ, പാവങ്ങൾ ഒക്കെ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് നമ്മളെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ പുനരുത്ഥാന ശരീരത്തോടുകൂടെ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ, വിണ്മയമായ ശരീരത്തോടുകൂടെ, സ്വർഗീയമായ ശരീരത്തോടുകൂടെ ചെല്ലുമ്പോൾ നമ്മുടെയും രക്ഷയുടെ പൂർത്തീകരണം അന്ന് സംഭവിക്കും. അതിനുവേണ്ടിയാണ് ഇന്ന് നാം കാത്തുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ഒരു വലിയ ജയം, അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. ഇവിടെ നിന്ന് നാം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ ആ വിടുതലിൻ്റെ ആ പെർഫെക്റ്റ്, ആ പൂർത്തീകരണം. അവരെ കണ്ടവർ, ആ ശത്രുക്കളൊക്കെ മരിച്ചുപോയി. ഇനിയും ആ ശത്രുക്കൾക്ക് ഇവരുടെ മേൽ യാതൊരു രീതിയിലുള്ളതായ പ്രലോഭനവും യാതൊരു രീതിയിലുള്ളതായ അറ്റാക്കും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായ രീതിയിൽ ദൈവം അവരെ കാണിച്ചു കൊടുത്തു. ഇനിയും അവർ നിങ്ങളെ മർദ്ദിക്കുകയോ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യുകയില്ല. അതിൽ നിന്ന് മുഴുവനായിട്ട് ഒരു വിടുതൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് നമുക്ക് ഈ ഭാഗത്ത് കാണാം. നോക്കുക, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ ആ വീണ്ടെടുപ്പ് എത്രയോ പൂർണ്ണമാണ്. അത് ശരിയായ രീതിയിൽ ഇസ്രായേൽ മക്കളെ അത് കാണിച്ചതിന് ശേഷമാണ് അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേൽ കണ്ടു. നോക്കുക, എത്ര വലിയ ഒരു കാര്യം ദൈവം അവർക്ക് ചെയ്തു കൊടുത്തു. 31-ാമത്തെ വാക്യത്തിൽ യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ട്
ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അപ്പോൾ ഇത് ശത്രുക്കൾ ഒതുങ്ങി എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല. പിന്നെയോ ദൈവത്തെ അവർ ഭയപ്പെടണം, ദൈവത്തിൽ അവർ വിശ്വസിക്കണം, ദൈവം അവരെ വിടുവിക്കുവാനായിട്ട് ഇടനിലക്കാരനായി നിർത്തിയിരിക്കുന്ന മോശയിൽ അവർ വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം ഈ വൻ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത്. ഒരിക്കലും അതവരെ ചിന്തിച്ചതുപോലും ആയിരുന്നില്ല. Have faith in God's power to keep you from bondage. ഈ ദൈവത്തിലുള്ളതായ വിശ്വാസം മുഖാന്തരമായിട്ട് ആ ബോണ്ടേജിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. പൂർണ്ണ ഡെലിവറൻസ്, കംപ്ലീറ്റ് ഡെലിവറൻസ്. അവരെ മുഴുവനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഇഫ് ഹി ഹാഡ് ദ പവർ ടു റെസ്ക്യൂ ദ ജ്യൂസ്, ഹി ക്യാൻ റെസ്ക്യൂ യു ആസ് വെൽ. വലിയവനായ ദൈവത്തിന് തൻ്റെ ആ അമിതമായ ശക്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായും ആ ദൈവത്തിന് എന്നെയും നിന്നെയും വിടുവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കരം ഭയങ്കരമാണ്. ഇന്ന് നാം ഈ പിശാചികൻ്റെ ലോകമാകുന്ന ഈ ലോകത്തിൽ നാം സമ്മർദ്ദം കൊണ്ട് ജീവിക്കുകയാണ്. എന്നാൽ നിശ്ചയമായും നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നമ്മെ അവൻ്റെ കണിയിൽ നിന്ന് എന്നേക്കുമായിട്ട് നമ്മെ വിടുവിക്കും എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത്. രണ്ടാമതായിട്ട് നാം കാണുന്നത്, ഗീവ് പ്രൈസ് ഫോർ അവർ ഡെലിവറൻസ്. ഇസ്രായേൽ മക്കൾ അവരുടെ ആ വിടുതൽ കണ്ടു കഴിഞ്ഞപ്പോൾ യഹോവയെ ഭയപ്പെടുകയും മാത്രമല്ല യഹോവയിൽ വിശ്വസിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെയും വിടുതലിനെ ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. Have faith that God's deliverance at the Red Sea was a real event. ആ മഹാസമുദ്രമായ ചെങ്കടലിൽ വലിയവനായ ദൈവം ചെയ്ത കാര്യം അത് റിയലാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നാം വിശ്വസിക്കുന്നവരായിരിക്കണം. കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ട് അവൻ ആ കാര്യങ്ങൾ ചെയ്തു എന്ന് ഉള്ളത് അത് യാഥാർത്ഥ്യമാണ് എന്ന് നാം വിശ്വസിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്, റിയലാണ്. അതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത്. അത് ഇസ്രായേൽ മക്കൾ അവരുടെ മുമ്പിൽ കണ്ടു. അവർ കർത്താവിൽ കൂടുതലായി ആശ്രയിച്ചു, മോശയിൽ അവർ വിശ്വസിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ നമ്മുടെ വിടുതൽ കണ്ട് നാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ കൂടുതലായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ ഈ വചനമുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.